ഇന്നൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, അടുപ്പിൽ ഞാൻ കഞ്ഞി ഇട്ടിട്ടുണ്ട്. മനസ്സിലായി കാണാം നിങ്ങൾക്കല്ലേ? കഞ്ഞിയുടെ മുകളിൽ കണ്ടോ ഒരു ചെരുവത്തിൽ വെള്ളം വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ഒരാൾക്ക് കുളിക്കാനോ അല്ലെങ്കിൽ ഒരു ചെറു ചൂടുവെള്ളം നമുക്ക് പല ആവശ്യങ്ങൾക്ക് വരുമല്ലോ. ഇച്ചിരി കക്ക നീറ്റാനോ, അതല്ലെങ്കിൽ നമുക്ക് ചായ എടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ചായ ഗ്യാസിൽ എടുക്കണേ. അപ്പോൾ ചായ പെട്ടെന്ന് തിളയ്ക്കും. ഇതുപോലെ ഈ കഞ്ഞി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കപ്പയോ എന്തെങ്കിലുമൊക്കെ അടുപ്പിൽ ഇരിപ്പണം. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ചെരുവത്തി വെച്ചിരുന്നാൽ ആ വെള്ളം നമുക്ക് 60 ഡിഗ്രി 70 ഡിഗ്രി ഒക്കെ ചൂടായി കിട്ടും. തിളക്കിയല്ലായിരിക്കും, ചിലപ്പോൾ തിളച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ആ വെള്ളം എടുത്ത് ചായ ഉണ്ടാക്കുവാണെങ്കിൽ ഗ്യാസിലാപ്പിക്കാം. പിന്നെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് മിച്ചം വരുവാണെങ്കിൽ, ഇപ്പോൾ ഒരു കുറച്ചധികം പേർക്ക് നമ്മളൊരു 10-15 ചായ എടുത്തു, മിച്ചം വന്നെങ്കിൽ ഇതുപോലെ ഒരു ചെരുവത്തിലൊഴിച്ച് നമുക്ക്, അപ്പോൾ നമ്മൾ കഞ്ഞി മൂടി വെച്ചിട്ട് വേണം, മൂടപാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് മൂടി വെച്ചാലും മതി. പിന്നെ വേറൊരു ടിപ്പും കൂടെ ഞാൻ പറയാം. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു തോരൻ കറി വെക്കണം. അപ്പോൾ കഞ്ഞി നമ്മൾ തിളച്ച് കഴിഞ്ഞപ്പം ആ കഞ്ഞി വാങ്ങി അടുപ്പിനോട് ചേർന്നങ്ങ് വെക്കുക. ഒരു വശത്ത് നമ്മുടെ അടുപ്പിൽ നിന്നുള്ള തീയുടെ ചൂട് ചെല്ലും. അപ്പോൾ ആ കഞ്ഞിയുടെ തിള നിൽക്കുകയില്ല, മൂടി വയ്ക്കണം. തിളച്ചുകൊണ്ടിരുന്നോളും. നമുക്ക് അടുപ്പിൽ പെട്ടെന്ന് 5 മിനിറ്റും കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് എടുത്ത് വെക്കും. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത അടുപ്പിൽ തീ കത്തിക്കാൻ പോകേണ്ട തോരന് വേണ്ടിയിട്ട് തീ ഈ അടുപ്പിൽ നിന്ന് പിരിച്ച് വെച്ച് കത്തിച്ച് വരുമ്പോഴത്തേനും നമ്മളാകെ ബോറടിക്കും. ഇതുപോലെ കഞ്ഞി അങ്ങ് വാങ്ങി വെച്ച് 10 മിനിറ്റും കൊണ്ട് അല്ലെങ്കിൽ 5 മിനിറ്റും കൊണ്ട് തോരൻ വെക്കും. തോരൻ വെച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കഞ്ഞിയെടുത്ത് തിരിച്ച് വെച്ച് തിളച്ച് കഴിയുമ്പോഴത്തേനും വാർക്കാറും ആയിക്കോളും. അപ്പം നമുക്ക് അങ്ങനെ ഒരടുപ്പും കൊണ്ട് തന്നെ രണ്ടാമതൊരടുപ്പ് തീ കത്തിക്കാതെ പെട്ടെന്നൊരു തോരനൊക്കെ വയ്ക്കാം. മുട്ട പുഴുങ്ങുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. അങ്ങനെ നമുക്ക് ഗ്യാസ് ലാഭിക്കാനും തീ ലാഭിക്കാനും സമയം ലാഭിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി ടിപ്പുകളുണ്ട്. നമ്മൾ ഇച്ചിരി പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇത്രേ ഉള്ളൂ. നമ്മൾ കഞ്ഞി തിളച്ച് കഴിയുമ്പോൾ, അപ്പോൾ കഞ്ഞി തിളച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ മുകളിലൊരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ നമുക്ക് ചൂടുവെള്ളം കിട്ടും. അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും പ്രയോജനപ്പെടുത്തുക. ബൈ.